പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് അനിയോട് പറയുന്നുണ്ട്, നീ ആയിട്ട് നന്ദുവിൻ്റെ ഭാവിക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കരുത്. ഇപ്പം നന്ദുവിന് വന്നേക്കുന്നത് നല്ലൊരു കല്യാണാലോചനയാണ്, അത് അവർ നടത്തട്ടെ. നീ ആയിട്ട് അങ്ങോട്ട് പ്രശ്നത്തിനൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് അനിയനെ ഉപദേശിക്കുന്നു. അതുപോലെ മുത്തശ്ശിയും തിരിച്ചു വരുമ്പോൾ മുത്തശ്ശിന് ഭയങ്കര സങ്കടമാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മക്കളുടെ ഇഷ്ടങ്ങളൊന്നും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത്രയും വിഷമം വരികയില്ല. പക്ഷെ കൊച്ചുമക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമ വസന്തരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇങ്ങനൊരു വിവാഹാലോചന നടന്ന കാര്യം എല്ലാവരും അറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അഭി സച്ചിയുടെ അടുത്ത് ചെല്ലുവാണ്. അഭി സച്ചിനെ സോപ്പിട്ട് നിൽക്കുന്നത് അവന് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലോ എന്നോർത്താ. എന്നിട്ട് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ഈ വിവാഹാലോചന നടക്കുകയില്ല, അത് ചീറ്റിപ്പോയി. കാരണം നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും സച്ചിയുമായിട്ടുള്ള വിവാഹം നടക്കണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ട് അതേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചിക്കും ഭയങ്കര സന്തോഷം. പിന്നീട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അനിയെ കാണിക്കുന്നുണ്ട്. അന്നേരം അനിയോട് മുത്തശ്ശൻ പറയുവാണ്, ഞങ്ങളവിടെ പോയി സംസാരിച്ചു, പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അതാണ് ശരിയെന്ന് തോന്നി. ഇനി നീ ആയിട്ട് അങ്ങോട്ട് ഒരു ശല്യത്തിനും പോകില്ല എന്ന് ഞാൻ അവരോട് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. നന്ദുവും സച്ചിയുമായിട്ടുള്ള വിവാഹം നടക്കട്ടെ എന്ന് പറയുമ്പം ആകെ വിഷമത്തോടെ അത് കേട്ട് നിൽക്കുന്ന അനിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവർ സംസാരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ട് മാറി അവിടെ നിൽക്കുന്ന നയനയും കാണിക്കുന്നുണ്ട്. ഏതായാലും ആ വിവാഹാലോചന ഇങ്ങനെ ചീറ്റിപ്പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നയനയായിരിക്കും.